ബോച്ചയുടെ കള്ള് ഷാപ്പിലേക്കാണ് നിങ്ങളിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വന്നേക്കണേ. ഇവിടെ കണ്ടോ, നൈസായിട്ടുള്ള എൻട്രൻസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തെങ്ങിൽ ഒരു ചേട്ടൻ്റെ കള്ള് ചെത്തി ഇറക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കള്ളൊന്നുമല്ല നമ്മൾ തന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം കള്ളിലൊക്കെ നല്ല രീതിയിലുള്ള ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇതാണ് ഇൻറ്റീരിയേഴ്സ് വന്നേക്കണേ. അതേപോലെ ഈ മണ്ണിൻ്റെ ഒരു ജഗ്ഗിനകത്ത് നമുക്കിങ്ങനെ കൊണ്ടുവന്ന് തരും. കണ്ടോ, ഫുഡ് ഒക്കെ ഒരു നോർമൽ അതൊന്നും ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കപ്പയും ബീഫും അതേപോലെ തന്നെ ചെമ്മീനും ചിക്കനൊക്കെ നമ്മൾ കഴിച്ചു. പക്ഷേ എല്ലാം ഒരു നോർമൽ ആവറേജ് സെറ്റപ്പിലാണ് ഫുഡ് എനിക്ക് തോന്നിയത്. ഇൻറ്റീരിയേഴ്സ് കൊള്ളാം, ആംബിയൻസ് കൊള്ളാം. അത് മാത്രമാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. അതേപോലെ തന്നെ ചെറിയൊരു വാക്കുണ്ട്. ഇതിൽ കൂടെ നമുക്ക് പോകണമെങ്കിൽ ഇവിടെ നടന്നു പോകാം. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ വെള്ളമാണ് കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടാം. റൈറ്റ് സൈഡിൽ ഫാമിലിക്ക് ഇരിക്കാനുള്ള ക്യാബിൻ തിരിച്ചിട്ടുണ്ട്. വിത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ നൈറ്റ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആംബിയൻസിനും അതേപോലെ തന്നെ ജസ്റ്റ് നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാം. ജസ്റ്റ് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ ഫുഡ് നല്ല സൂപ്പറാണെന്ന് പ്രതീക്ഷിച്ച് ആരും വരരുത് കേട്ടോ. കള്ളായാലും ഓക്കെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്കാം, ഫോളോ ചെയ്തേക്കാം. താങ്ക്